ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് പറയാം. According to the Negotiable Instrument Act 1981, a bill of exchange is defined as an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. അതായത് ഒരു നിശ്ചിത വ്യക്തിക്ക് പ്രത്യേകമായി ആ ഡെഫിനിഷൻ വേർഡ് ബൈ സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, അതിൻ്റെ ഫീച്ചർ എന്താണെന്ന് പറയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, എഴുതപ്പെട്ടതായിരിക്കണം. ഇറ്റ് ഈസ് എൻ ഓർഡർ ടു മേക്ക് എ പേയ്മെൻറ്റ്, ഒരു നിശ്ചിത പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയുള്ള ഓർഡർ ആയിരിക്കണം. ദ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ് ഈസ് അൺകണ്ടീഷണൽ, പണം കൊടുക്കണം എന്ന ഓർഡർ അൺകണ്ടീഷണൽ ആയിരിക്കണം, ഉപാധികളൊന്നുമില്ലാതെ ആയിരിക്കണം. ദ മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് സൈൻ ഇറ്റ്, ആരാണോ ഇത് എഴുതി തയ്യാറാക്കുന്നത് അയാൾ അത് സൈൻ ചെയ്തിരിക്കണം. ദ പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് മസ്റ്റ് ബി എ സെർട്ടൈൻ, ഒരു നിശ്ചിത സംഖ്യ ആയിരിക്കണം, ഏകദേശം ഒന്നും പറഞ്ഞാൽ പോരാ, വളരെ കൃത്യമായ സംഖ്യ അതിൽ എഴുതിയിരിക്കണം. ദ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് മസ്റ്റ് ഓൾസോ ബി സെർട്ടൻ, എന്നാണ് കൊടുക്കേണ്ടത് എന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായി പേയ്മെൻറ്റ് ഡേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കണം. ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി പേയബിൾ ടു സെർട്ടൻ പേഴ്സൺ, ആർക്കാണോ പണം കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ പേരും അതിൽ കൃത്യമായി എഴുതിയിരിക്കണം. ദ എമൗണ്ട് മെൻഷൻ ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പേയബിൾ ഐദർ ഓൺ ഡിമാൻഡ് ഓർ ഓൺ ദി എക്സ്പയറി ഓഫ് എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് രണ്ട് രീതിയിൽ എഴുതാം. ഇനി ആവശ്യപ്പെടുന്ന സമയത്ത് കൊടുക്കണം, അതല്ലെങ്കിൽ ഇന്ന നിശ്ചിത അതായത് 1 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം എന്നൊക്കെ പറയുന്ന ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം, അല്ലെങ്കിൽ ആ എഴുതിയ ആൾ, ഓർഡർ ചെയ്ത ആൾ ആവശ്യപ്പെടുമ്പോൾ രണ്ട് രീതിയിൽ എഴുതി തയ്യാറാക്കുന്നുണ്ട്. കൂടുതലും ആയിട്ട് സർവീസിലിരിക്കുന്നത് അല്ലെങ്കിൽ പ്രയോഗത്തിലിരിക്കുന്നത് ഒരു നിശ്ചിത സമയം അതിലെഴുതിക്കൊണ്ട് തയ്യാറാക്കുന്ന ബില്ലുകളാണ്. അപ്പോൾ ആ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ആസ് പെർ ദ റിക്വയേർഡ് ലോ, നിയമാനുസൃതമായ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി എഴുതി തയ്യാറാക്കി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിനെ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ്. അതൊരു എഴുതി തയ്യാറാക്കുന്നത് മാത്രമേ ഉള്ളൂ. നീ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് എഴുതി തയ്യാറാക്കുമ്പോൾ അത് ഡ്രാഫ്റ്റാണ്. ഡെറ്റർ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഈ പറഞ്ഞ തീയതിക്ക് ഈ പറഞ്ഞ സംഖ്യ ഞാൻ തരാം എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതോട് കൂടിയാണ് അത് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സിംപ്ലി ബിൽ ആയി മാറുന്നത്. ഓക്കെ, ആ ഡെറ്റർ ഇത് ഞാൻ തരാം എന്ന് പറയുന്നതിനെ ഇറ്റ് ഹാസ് ടു ബി ആക്സെപ്റ്റഡ് ബൈ ദി ഡ്രോയി. ആ ഡെറ്റർ അത് സമ്മതിക്കുന്നതിനെ, അതിൽ ഒപ്പിടുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ.